റഷ്യയും യുക്രൈനും തുർക്കിയിൽ നടത്തിയ സമാധാന ചർച്ച വിജയിച്ചില്ല. റഷ്യൻ വ്യോമത്താവളങ്ങളും ബോംബർ വിമാനങ്ങളും തകർത്ത യുക്രൈൻ്റെ മിന്നൽ ആക്രമണത്തിൽ റഷ്യയും ലോകവും അമ്പരന്ന് നിൽക്കുന്ന വേളയിൽ പി ജെയിംസ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഒരുപക്ഷെ ഈ അക്രമം, ഇത്രയും മിന്നലാക്രമണം, ഇത്രയും റഷ്യയുടെ ഉള്ളിൽ കടന്ന ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് യുക്രൈൻ പോലൊരു രാജ്യത്തിന് ഇത്രയും കഴിഞ്ഞു എന്നുള്ളത് നമ്മളിലും അമ്പരപ്പുണ്ടാക്കുന്നു. SKN ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് യുദ്ധം, മറുഭാഗത്ത് സമാധാനം. യുദ്ധവും സമാധാനവും എന്ന ലിയോ ടോൾസ്റ്റോയുടെ ഇതിന് ചിന്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ന് സമാധാന ചർച്ച നടത്തുന്നുവോ അതിൻ്റെ തൊട്ടു മുൻപ് വലിയ ആക്രമണം ഉറപ്പാണ്. റഷ്യ അത്തരത്തിലൊന്ന് നടത്തിയത് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചർച്ച നടത്തുന്നതിന് തൊട്ടു മുമ്പ് വലിയ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു റഷ്യ. എന്തായാലും റഷ്യയുടെ ചരിത്രത്തിൽ റഷ്യയെ ഇങ്ങനെ അമ്പരപ്പിച്ച ഒരു നീക്കം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ്റെ പടയോട്ടം റഷ്യയിലേക്ക് നടന്നതാണ്. തണുപ്പ് കാരണമാണ് ഒരുപക്ഷെ റഷ്യയെ സോവിയറ്റ് യൂണിയനെ അന്ന് കീഴ്പ്പെടുത്താൻ പറ്റാതെ പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പേൾ ഹാർബർ എന്നാണ് പറയുന്നത്. അമേരിക്കയെ ജപ്പാൻ ആർമി 1941 മിന്നലാക്രമണം നടത്തി പേൾ ഹാർബറിൽ നടത്തിയ ആക്രമണത്തിന് തതുല്യമാണ് ഈ ആക്രമണം എന്നാണ് പറയുന്നത്. കാരണം റഷ്യയുടെ മൈറ്റിനെതിരെ ട്രക്കുകളിൽ തടിപ്പെട്ടികളിലാക്കി ഡ്രോണുകൾ ഒളിച്ചു കടത്തി 5000-6000 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്ന് അത് കൃത്യമായി ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു മിന്നൽ ആക്രമണം, അതും റിമോട്ട് കൺട്രോൾ യുക്രൈനിൽ നിന്ന്. യുക്രൈൻ പ്രസിഡന്റ് കണ്ടുകൊണ്ടിരിക്കെ ഈ മിന്നലാക്രമണം നടത്തി 5 താവളങ്ങൾ തകർത്തുവെന്ന് മാത്രമല്ല 40 ബോംബർ വിമാനങ്ങൾ, ന്യൂക്ലിയർ വാർഹെഡ്സ്, അണുവായുധ വാർഹെഡ്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അത് തകർത്തത്. ആ ബോംബർ വിമാനങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. എന്തായാലും റഷ്യ ഞെട്ടി വിറച്ചിരിക്കുകയാണ് ലോകവും. എന്തായാലും ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം, ഒരുപക്ഷെ റഷ്യ ഇനി ആണവായുധം പോലും പ്രയോഗിക്കുമെന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. SKN.